ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. കുറേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇടണോ വേണ്ടേന്നിങ്ങനെ ചിന്തിച്ച് അവസാനം ഇന്നങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ താഴെയാണിത്. കണ്ട അവിടെ കുറേ കിളികളും പ്രാവും ഒക്കെ ഉണ്ടാവും. രാവിലെ ഇങ്ങനെ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ബാക്ക് ടു കിച്ചൺ. നമ്മൾ മോൾക്ക് ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ആൾക്ക് എഗ് റോസ്റ്റും അതുപോലെ തന്നെ പൂരിയും കൊടുക്കാമെന്ന് വിചാരിച്ച്. പൂരി അങ്ങനെ ലഞ്ച് ബോക്സിൽ കൊടുക്കാറില്ല ഞാൻ, പക്ഷെ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് ഇന്നിങ്ങനെ തട്ടിക്കൊട്ടി ഒപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല എഗ് റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ പൂരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. ആൾക്കുള്ള പൂരി കൊടുത്താൽ ഒരു പൂരിയൊക്കെ കഴിക്കും അവൾ. അങ്ങനെ സ്നാക്സിന് ഇന്ന് ബേക്കറി ഐറ്റംസാണ് കൊടുത്തിട്ട്. പിന്നെ മോൾക്കുള്ള കുറുക്കിനുള്ള റാഗിയും ബ്രോക്കൺ വീറ്റും കൂടി ഒന്ന് നന്നായി കഴുകി അതിൽ തേങ്ങയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കും. പിന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് ഞാനും ചെറിയ മോളും കൂടി മോളെ ബസ് കയറ്റാൻ വേണ്ടി താഴോട്ട് പോവുകയാണ്. അങ്ങനെ അവൾക്ക് കുറുക്കെല്ലാം കൊടുത്ത് അവളിതാ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആളിന്ന് അടിപൊളി ബീഫ് ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ ബീഫും ഉള്ളിയും ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റും കറിവേപ്പിലയും മല്ലി മുളക് ഒക്കെ മിക്സ് ചെയ്ത് ആൾ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതവിടുന്ന് വിസിലടിയിട്ട് ആ സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം ചൂടാക്കി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആളതിലേക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാല അത് വെന്തതിന് ശേഷം അതിൽ നമ്മൾ തക്കാളി ചേർത്തില്ല, തക്കാളിയൊക്കെ വീണ്ടും വഴറ്റി പിന്നെ മസാലയൊക്കെ ചേർത്ത് ലെമൺ ജ്യൂസും പെപ്പറും ഗരം മസാലയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് ബിരിയാണി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് ഒനിയൻസ് വേണമല്ലോ, അത് ഞാനാട്ടെ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ച് അതിൻ്റെ ഇടയിൽ മിൻറ്റും കൊറിയാൻഡറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദമ്മിങ് പ്രോസസ്സാണ്. ആദ്യം തന്നെ മല്ലി പുതിന ഇട്ട് അതിൻ്റെ മുകളിൽ ഗീ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആൾ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ റൈസ് 2 ലെയറായിട്ടാണ് ദമ്മിടുന്നത്. ആദ്യം റൈസ് ഇട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഒനിയൻസ്, അതുപോലെ തന്നെ പുതിനയില, മല്ലിയില, അതുപോലെ ഗരം മസാല കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് അങ്ങനെയൊക്കെ ഇട്ട് 2 ലെയറായിട്ടാണ് നമ്മൾ ബീഫ് ബിരിയാണി ദമ്മിട്ട് വെച്ചത്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാനിപ്പോൾ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു ഷോർട്ട് വീഡിയോ കൂടിയാണ് ഈ ബിരിയാണീൻ്റെ ആ ഒരു വീഡിയോ. കാരണം എനിക്കൊന്ന് ഏകദേശം 4000 ആൾക്കാരോളം അത് വാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഒരു അനാറൊക്കെ ജ്യൂസ് കൊടുത്ത് ഞാൻ അവളെ ഫ്രഷാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി. പിന്നെ ആൾ അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്യലാണ്. നോർമൽ മാരിനേഷൻ തന്നെ, ജിഞ്ചർ ഗാർലിക്ക് മുളകും മഞ്ഞളും അതൊക്കെ കൂടിയിട്ട് ആൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ തേങ്ങ സാലഡും കൂടി ഉണ്ടാക്കി. ആൾ ഫ്രഷ് ചെയ്യാൻ പോയ സമയം കൊണ്ട് ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് മോളുടെ സ്കൂളും കൂടി ഒന്ന് കയറണമായിരുന്നു, ഫീസ് അടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫീസൊക്കെ അടിച്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ലേറ്റായി. ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കലേനും ലേറ്റായി. ഞാനൊരു സ്വയം കൊടുത്തിട്ടില്ല ആൾക്ക്. കാരണം അവന് ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ലല്ലോ. പക്ഷെ അവിടെ എത്തിയാൽ അറിഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ബേക്കറിയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഗുലാബ് ജാമുൻ വാങ്ങി. മോൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുടിച്ച് നമ്മൾ പിന്നെ വീണ്ടും എയർപോർട്ടിലേക്ക് തന്നെ നീങ്ങി. അതിൻ്റെ ഇടയിൽ മോൾ നല്ല കളിയാണ്. അപ്പം ഏതൊരു പാട്ട് വെച്ചിട്ടുണ്ട്, അതിനാണ് അവളിങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നത്. പിന്നെ അവന് ലാൻഡായി എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പിന്നെ അതിനകത്ത് എൻട്രി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ എയർപോർട്ടിനകത്ത് എൻട്രി ചെയ്തത്. അവന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുഡ് സെർവ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അതിനൊരു ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ടത്. അതിനുശേഷം വൈകുന്നേരം ഒരു ഇറാനി പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അവനിക്കങ്ങനെ സ്നാക്സോ കാര്യമൊന്നും വേണമെന്നില്ല, എന്നാൽ നമ്മളൊരു സന്തോഷത്തിന് ഞാനൊരു ഇറാനി പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മോള് നല്ല കളി, ആസ് യൂഷ്വൽ അവളെ പാത്രങ്ങളൊക്കെ എടുത്ത് ആൾ കളിക്കുന്നുണ്ട്. പിന്നെ അവന് ഷുഗർ കട്ട്, അതുകൊണ്ട് തന്നെ മധുരമുള്ളൊന്നും അവനക്ക് വേണ്ട.
ഒരു വിത്തൗട്ട് ബ്ലാക്ക് ടീ ആണ് അവൻ വൈകുന്നേരം കുടിച്ച്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിനെങ്കിൽ ആളൊരു ചെറിയ പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കാരണം ആൾക്ക് ഇങ്ങനത്തെ സ്നാക്സിനോടൊന്നും ഇപ്പം താല്പര്യമില്ല. അത് നമ്മൾ ഇറാനി പോളിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ അവൻ കൊണ്ടുവന്ന ചോക്ലേറ്റ്, ഈ ചോക്കോ സ്റ്റിക്ക് പിസ്താഷ്യ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുനാഫ ചോക്ലേറ്റിൻ്റെ പോലെ. പിന്നെ അത് കഴിഞ്ഞൊരു ഗാലക്സിയും കൂടി കഴിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് നൈറ്റ്. അവൻ പറഞ്ഞ് നമുക്ക് വെറുതെ വീട്ടിലിരിക്കണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് കറങ്ങിയിട്ടെല്ലാം ഒന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.